ഇവരെല്ലാവരും നിങ്ങൾക്ക് വളരെ ചിരപരിചിതരായ ആളുകളാണ്. കാരണം ഈ മുഖങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഉണ്ടോ മനു? ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ചാനൽ സംവാദ പരിപാടികളിൽ CPIM-നെ പ്രതിനിധീകരിച്ച് വരുന്ന ആ മാധ്യമ പാനലിൽപ്പെട്ട ഫ്രണ്ടിൽ നിൽക്കുന്നവരാണ്. അതെ, ഞങ്ങൾ പലരെയും ഒന്ന് നോക്കി, പക്ഷേ പലരും ഈ തിരക്കിനിടയിൽ പലയിടത്തായി പെട്ടു. അങ്ങനെ കയ്യിൽ കിട്ടിയ ആളുകളാണ് സുനിൽകുമാർ, അരുൺകുമാർ, ഡോക്ടർ ഷിജു ഖാൻ. അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഒരിത്തിരി ഒരു ഒഴിവും ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആശ്വാസമല്ല, നമ്മൾ പുലി പതുങ്ങുന്നത് കുതിക്കാനെന്ന് പറയും. സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടി ഉള്ളിലേക്ക് സ്വയം പരിശോധനയാണ്. പരിശോധന കഴിഞ്ഞാണ് കുതിക്കൽ. കുതിക്കലിൻ്റെ അജണ്ടയാണ് നവകേരളത്തിൻ്റെ പുതുവഴികൾ. കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യക്ക് വേണ്ടി കുതിക്കുന്ന പുതിയ ലോഞ്ചിങ് തറയാണ് കൊല്ലത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. മഹത്തായ ചരിത്ര പൈതൃകമുള്ള ഒരു കൊല്ലത്തിൻ്റെ മണ്ണ്, സമര പൈതൃകമുള്ള കൊല്ലത്തിൻ്റെ മണ്ണ്. ആ മണ്ണിൽ തന്നെ ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതാനുഭവങ്ങളെ വികസിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കേരളത്തിനെന്ത് വേണം, നിലവിലുള്ള കേരളത്തെ സൃഷ്ടിച്ചവർ പറയുകയാണ് പുതിയ കേരളത്തിനെന്ത് വേണം. നിങ്ങൾ നേതാക്കളെ സംബന്ധിച്ച് അധിക ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ താഴേക്ക് പോയി പാർട്ടി പ്രവർത്തകരോടും കേരളത്തോടും സംസാരിക്കുന്ന ഒരു പൊതുരീതി പാർട്ടിയും പാർട്ടി പ്രവർത്തകരും നേതാക്കളും സ്വീകരിക്കുമ്പോൾ നിങ്ങളോട് വൈകുന്നേരങ്ങളിൽ ചാനലിലോട്ടും കൂടെ പോകോളാൻ പറയും. AK സെൻ്ററിൽ നിന്ന് വിളിച്ചിട്ട് അനിൽകുമാറിനോട് ഇന്ന ചാനലിലേക്ക് പോക്കോ, അരുൺകുമാറിനോട് ഇന്ന, ഷിജു ഖാനോട് പറയും ഇന്നിടത്തേക്ക് പോക്കോളാൻ പറയും. അപ്പോൾ അങ്ങനെ കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഈ പുറത്തൊരുങ്ങുന്ന പണി ഒരുങ്ങുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ല, പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറഞ്ഞാലേ. നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് പുറത്ത് മാധ്യമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചോ? അരുൺ ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും മഹാഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായി മാറാനുള്ള ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ നമ്മുടെ ചർച്ച. നമസ്കാരം. കേറ്റിയും കൂടി എത്തിയിരിക്കുകയാണ്. നമസ്കാരം. അപ്പം അതെ, അരുൺ പറഞ്ഞ ഈ ഡയലോഗില്ലേ, ഈ ഡയലോഗ്, ഈ ഒബ്സർവേഷൻ നമ്മുടെ ചർച്ചയിൽ ഒന്ന് കാച്ചിയതാ. അപ്പൊ അപ്പുറത്തിരുന്ന ഒരാള് അങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അരുണിനോട് അല്ലേ? പക്ഷേ അതങ്ങനെ ആവും, മഹാഭൂരിപക്ഷത്തിന്റെ പാർട്ടി തന്നെയായിട്ട് മാറും. കാരണം ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ, അതിനുള്ള മറുപടി, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം, ആത്മവിശ്വാസത്തോടെ വീണ്ടും ജനങ്ങളിലേക്ക്. തർക്കം ഉന്നയിച്ചപ്പോൾ അരുൺ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? ചില താരതമ്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു ആ ചർച്ചയിൽ, ഓർമ്മയുണ്ടോ? എന്തുവായിരുന്നു? ഇങ്ങനെ ഒരാൾ ഇങ്ങനെ മഹാഭൂരിപക്ഷത്തിന്റെ പാർട്ടിയാവാനാണ് CPM ശ്രമിക്കുന്നത് പറഞ്ഞപ്പോൾ അപ്പുറത്തിരുന്ന ഒരാൾ പറഞ്ഞു അങ്ങനെ ആഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം, ബാക്കി ആരും ഈ നാട്ടിൽ എല്ലാം അങ്ങ് ഒലിച്ചു പോയി എന്നങ്ങ് വിചാരിച്ചോ എന്ന് ചോദിച്ചപ്പം ചില താരതമ്യങ്ങളൊക്കെ വെച്ചാണ് പിന്നെ അരുൺ. അപ്പോൾ അതായത് ഏറ്റവും പാട്ടുകൾ ധാരാളമുണ്ട്, ഏറ്റവും മികച്ച പാട്ടാണ് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിനിമ, കുറേ സിനിമയുണ്ട്, ഏറ്റവും നല്ല സിനിമ കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ പാർട്ടി എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുമ്പോൾ എന്തുകൊണ്ട് ഈ പാർട്ടിയോട് സഹകരിച്ചുകൂടാന്ന് നമ്മുടെ വിരുദ്ധരും ചാഞ്ചാടി നിൽക്കുന്നവരും ഒക്കെ തീരുമാനിക്കും. അത്തരത്തിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. അപ്പോൾ അങ്ങ് ചോദിച്ച പോലെ ഒരുപാട് ആളുകൾ ഇവിടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കണ്ടു, ചർച്ചയുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ പേര് ചോദിച്ചതിൻ്റെ ആളുകൾ ചർച്ച പറയുന്നുണ്ട്, എല്ലാ അഭിപ്രായം പറയുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ല നല്ല തരത്തിലാണ്, വളരെ സന്തോഷമുണ്ട് അതിന്.